ആദ്യമായിട്ട് നിലമ്പൂർ ചെയ്തിരുന്നു. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച നമ്മുടെ ITC സുരേഷ് സാർ, അതുപോലെ തന്നെ NTC സാർ, ആകാശം, നിരവധി ലീഡേഴ്സ്, നാരായണ സാർ, ഒരുപാട് ലീഡേഴ്സിന് എല്ലാവരെയും ഹൃദയത്തിൽ നന്ദിയോട് സ്മരിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ചുനൈനാണ്. വെങ്ങാടാണ് സ്ഥലം, അതായത് വെള്ളാഞ്ചേരി ഭാഗത്താണ് എന്റെ വീട് വരുന്നത്. ഈ ഒരു അവസരം കേട്ടത് ഏകദേശം 5 വർഷം മുന്നാണ്. ഇന്ന് എന്റെ കൂടെ ഈ ഒരു സ്റ്റേജിൽ നിന്നിരുന്ന എന്റെ ഗുരുനാഥനും ഇന്ന് ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ഈ കമ്പനിയിലെ തന്നെ നാഷണൽ ടീം കോർഡിനേറ്റർ മിസ്റ്റർ ഇസ്മായിൽ സാറാണ്. നല്ല കൈകൾ കൊടുക്കാം. സ്വന്തമായിട്ട് സർവക്ഷേത്ര സ്ഥിതി നടത്തുന്നത് അലഹംദുലില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് വേദിയിൽ എനിക്ക് മുമ്പ് കയറാൻ കഴിഞ്ഞിട്ടില്ല. അധ്യാപന ഫീൽഡിലേക്ക് വരുന്ന സമയത്താണ് ഈ അവസരം കേൾക്കുന്നത്. ഞാൻ ഒരുപാട് വിദ്യാഭ്യാസത്തിൽ UGയും അതുപോലെ തന്നെ ഡിപ്ലോമ ഒക്കെ ചെയ്ത ആളാണ്. പക്ഷെ അവിടെ നിന്നും കിട്ടാത്ത ഒരുപാട് അനുഭൂതികൾ അല്ലെങ്കിൽ വലിയ ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊക്കെ കുറച്ച് മെസ്സേജ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. കാരണം ഞാനും നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്റെ ഗുരുനാഥനാണ് നമ്മളതിലെ ബ്രാൻഡ് NTC മിസ്റ്റർ ഇസ്മായിൽ സാർ. സോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് പ്രതീക്ഷിക്കുന്നു. സോ എന്റെ ഒരു അഭ്യർത്ഥിക്കുന്ന അവസരം തന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഉപദേശങ്ങൾ, കുറച്ച് ഗുണപാഠങ്ങൾ, ഇത്രയുള്ള കൂടുതലൊന്നും പറയാനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ ആയിരിക്കാം. കാരണം ഞാനൊരു അവസരം കേൾക്കുന്നത് 24-ാമത്തെ വയസ്സിലാണ്. ഞാനൊരു സമയ വിദ്യാഭ്യാസം പഠിച്ച് പുറത്തുള്ള സമയത്താണ്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൂർത്തിയാക്കാതെ കാരണം ഒരു ജോലി ആവശ്യാർത്ഥം വിളിച്ചതായിരുന്നു. ഒരു ജോലി ആവശ്യാർത്ഥമായിരുന്നു എന്റെ ഗുരുനാഥൻ സാർ വിളിച്ചത്. ആ സമയത്തുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് പോയത്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞൊരു ഫോമിന്റെ താഴെ എന്ത് ചെയ്തു, ഒരു സൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയത് 180 രൂപ കടം വാങ്ങിയിട്ടാണ് ആ പ്രോഗ്രാം കേൾക്കാൻ പോയത്. ഇന്ത്യയിൽ ഹോളിൽ ഇത്തരക്കാരൻ വന്നിട്ടുണ്ടാകും, കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ. എന്റെ അവസ്ഥ ആയിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് തൊഴിലുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും ഒരു 150 രൂപ കടം വാങ്ങി. കാരണം എന്റെ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ത് ചെയ്തു, മാക്സിമം ചുറ്റി തറക്കി ഹോളിലെത്തിച്ചു, കയ്യിൽ ക്യാഷ് എന്ത് ചെയ്തു തീർന്നു. പക്ഷെ അവരെ ഈ അവസരം കേൾക്കാമെന്ന് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ വിചാരിച്ചു പോയതല്ല, വ്യക്തിയെ കാണാൻ വേണ്ടി മാത്രം പോയതാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഗുരുനാഥനാണ് എന്റെ കയ്യിലേക്ക് അവസരം തന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടി ഞാൻ ഏറ്റെടുത്തു. ഒരു 5 വർഷം സീരിയസ് ആയി ചെയ്ത കാരണത്താൽ ഇന്ന് ഈ ബിസിനസ്സിലൂടെ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ റീജിയണൽ ടീം കൊണ്ടുണ്ട് RTC റാങ്കിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. അത് അർഹതപ്പെട്ട വ്യക്തി കൂടിയാണ്. കാരണം അത്ര രീതിയിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു റാങ്ക്, ഏത് റാങ്കാണെങ്കിൽ പോലും ഇന്ന് എനിക്ക് നിങ്ങൾ 100% പറയാൻ പറ്റും, ഈ ബിസിനസ്സിൽ കഷ്ടപ്പെടുന്നവർക്ക് ഈ കമ്പനി വരുമാനം തരാനും ഇതുപോലെ ഒരുപാട് അച്ചീവ്മെന്റ് തരാനും തയ്യാറാണ്. പക്ഷെ ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ? ഇല്ലേ? അതല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരാം, മരിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി. ഈ ബിസിനസ് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ ഈ ബിസിനസ് സെലക്ട് ചെയ്ത് വരുന്ന 2 മുതൽ 5 വർഷം കഷ്ടപ്പെടാൻ തയ്യാറാവാം. അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാം. ഏതാ സെലക്ട് ചെയ്യേണ്ടത്? 1 or 2? 1 അല്ലേ? ഞാനതുകൊണ്ട് സെലക്ട് ചെയ്ത്. കാരണം എനിക്കറിയാം, എനിക്ക് എന്റെ ജ്യേഷ്ഠ സാറിന്റെ ഒരു സഹാധ്യാപകനായിരുന്നു. അവൻ PhD എടുത്തു, JRF ഒക്കെ കഴിഞ്ഞു. വലിയ തിരക്കില്ലാത്ത ഒരു വിദ്യാഭ്യാസം വളർന്നത്. എഞ്ചിനീയറിന്റെ ജ്യേഷ്ഠമുണ്ട്. ഞാനാണ് 9 മക്കൾ, 9ാമത്തെ മകനാണ് ഞാനാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, വിദ്യാഭ്യാസം ഒന്നുണ്ടായാൽ പോലും ഒരു ജോലിക്കാരനായിട്ട് ലോകത്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ. സ്വർണം അല്ലേ? നമ്മളുടെ പ്ലാന്റിൽ നമ്മൾ ESBI എന്നൊരു കോൺട്രാക്ട് അല്ലേ? ഈ കോൺട്രാക്ടിൽ ESൽ നിന്നും BIയിലേക്ക് മാറുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിചാരിച്ച രീതിയിലും ലൈഫ് എങ്ങനെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അതുപോലെ ജീവിക്കാൻ ശരിക്കും കഴിയുന്ന വ്യക്തി ആരെന്നുള്ളൂ. ബിസിനസ് ചെയ്യുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഇനി എന്റെ ചില എക്സ്പീരിയൻസ് പറയുള്ളൂ. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രതിസന്ധികളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊറോണയുടെ സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി ഓൾറെഡി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് നിരവധി ആളുകൾ പറയുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന പോലെ തന്നെ നിരവധി നിരസിക്കൽ, റിജക്ഷൻസ് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എനിക്ക് ഊർജ്ജം നൽകിയത്, ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ എനിക്ക് ഒരുപാട് നിരുത്സാഹപ്പെടുത്തലും വീട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും കിട്ടിയ ഒരു നിരുത്സാഹപ്പെടുത്തൽ, അതായത് റിജക്ഷൻസ് അല്ലെങ്കിൽ എന്നെ എതിർത്ത് പറയല്, കളിയാക്കലുകൾ, ഇതെനിക്കൊരു പ്രചോദനമായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല. ശരിക്കതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ജീവിതത്തിൽ ഒരു ദിവസം നെഞ്ചുറപ്പോടെ നിന്നുകൊണ്ട് അവരുടെ മുമ്പിൽ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കും. ഇതായിരുന്നു എന്റെ വാശി. കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ 9 മക്കൾ 9ാമത്തെ മകനായതുകൊണ്ട് മാക്സിമം ലാളനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
എന്റെ വീട്ടില് എന്റെ ഉമ്മ മരിച്ചുപോയി 4 വർഷമായി കൊടുത്തിട്ടില്ല. ഞാൻ പറയാൻ കാരണം ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും അറിയേണ്ടിയിരുന്നില്ല. ജീവിതത്തിൽ 20, 23, 24 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും വീട്ടുകാര് നോക്കിയിരുന്നു. പക്ഷെ എന്റെ ആദ്യത്തെ സ്വപ്നത്തിൽ എഴുതിയ സമയത്ത് ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അതായത് പഠിക്കുന്ന സമയത്ത് വെൽഡിങ്, പ്ലംബിംഗ്, സെക്രട്ടറിന് പല ജോലികൾ ഹെൽപ്പായി പോയിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ക്യാഷ് എനിക്ക് അഡീഷണൽ ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അതുകൊണ്ട് ജോലി എടുക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നില്ല. എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആ പേടി എനിക്കില്ല. അതേസമയത്ത് ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരു 3 മുതൽ 4 മാസത്തോളം പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ വരുമാനമൊന്നും കിട്ടിയിരുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ പുതിയ ആളുകൾ ഉണ്ടാവും അല്ലെ വിശ്വരണം, നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് പോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് കേട്ട ഒറ്റ ശബ്ദം മാത്രമേ ഉള്ളൂ, രാവിലായ പോകും, വൈകുന്നേരമായ തിരിച്ചു വരും, പ്രത്യേകിച്ച് ഉപകാരമൊന്നും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ പറഞ്ഞിരുന്നു, വൺ ഡേ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഇവരെ കൊണ്ട് തിരിച്ചു പറയും, അത് വൈകിയില്ല പഠിച്ചോന്ന് ആദ്യമായിട്ട് ഈ ബസ്സിലൂടെ 1 വർഷം തികയുന്ന സമയത്ത് ഇതിലൂടെ ഒരു അൾട്ടോ 800 കാറ് എന്റെ ഗുരുനാഥന്റെ കൈയോട് കൂടിയിട്ട് എനിക്കതിന്റെ ചാവി ഹാൻഡ് ഓവർ ചെയ്തു. അത് എന്റെ രക്ഷിതാക്കളിൽ നിന്ന് പങ്കെടുക്കുന്ന സാഹചര്യം ഫംഗ്ഷന്റെ കാലത്ത്. പക്ഷെങ്കിൽ പോലും ആ വണ്ടിയിൽ എന്റെ ഉമ്മയും ഉപ്പയെയും എല്ലാവരെയും ആ വണ്ടിയിൽ ഏകദേശം കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. അത് എന്റെ ഒരു അഭിമാനമാണ്. കാരണം 9 മക്കളിൽ 9ാമത്തെ മകൻക്കാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത്. അതേസമയത്ത് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത്, ഇന്ന് എന്റെ ടീമില് ഞാൻ പക്ഷെ ഒരുപാട് ആളുകൾക്ക് അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സഹായമായെങ്കിൽ പോലും അവരൊക്കെ അച്ചീവ് ചെയ്ത പോലെ തന്നെ എനിക്ക് 2ാമത്തെ വണ്ടിയിലേക്ക് മാറാൻ സാധിച്ചു. 15 ലക്ഷം വരുന്ന ടാറ്റ പഞ്ച് താഴെയുണ്ട്. അതിനാണ് ഞാൻ എന്റെ 3ാമത്തെ കൈ വിളിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്. സോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നേടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് മാത്രമേ നേടാൻ കഴിയുള്ളൂ. അത് മറ്റൊരു നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കില്ല. സഹായം കിട്ടുന്നെങ്കിൽ അത് ഇതേപോലെ ഒരു ഓഫറായിട്ട് കിട്ടും. കാരണം ഈ ബിസിനസ്സിൽ നിങ്ങളാണ് നിങ്ങളെ വിജയിക്കുന്നത്, നിങ്ങളാണ് നിങ്ങളെ പരാജയപ്പെടുന്നത്. സ്വർണ്ണം അല്ലേ? നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത്, നിങ്ങൾ ജയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ഞാനിത് വിചാരിച്ചുള്ളൂ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ലീഡേഴ്സിന്റെ സിസ്റ്റം എല്ലാം ഉണ്ട്. പക്ഷെ ഞാനൊരു വ്യക്തി തീരുമാനം എടുത്തില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്തു, യൂട്ടിലൈസ് ചെയ്തു. ഇത് വൺ ഡേ ട്രെയിൻ പ്രോഗ്രാം, അതുപോലെ RTV പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ GPS പ്രോഗ്രാമുകൾ. എവിടെ GPS അവിടെ പോയിരുന്നു? പണ്ട് കോഴിക്കോട് മഞ്ചേരി GPS ഉണ്ടായത്. ഇന്ന് എല്ലാ ഭാഗത്തും അല്ലെ, നിലമ്പൂർ സ്റ്റാർട്ട് ചെയ്തു, വണ്ടൂർ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഭാഗത്തും മേലാറ്റൂരുണ്ട്, കൊപ്പത്തുണ്ട്, ഒറ്റപ്പാലുണ്ട്, നിരവധി സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് എവിടെയും ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങളുടെ ആഗ്രഹത്തോട് കൂടി നിങ്ങൾ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എവിടെ പോയി നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ PUC ഉണ്ട്, പ്രോഗ്രാമുകളുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കാരണം ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇതൊന്നും കിട്ടിയിരുന്നില്ല. കാരണം ഒരു പ്രോഗ്രാം കേൾക്കണമെങ്കിൽ 50-60 കിലോമീറ്റർ നീളം താണ്ടി പോകണം. അവിടെ പോയി പ്രോഗ്രാം കേൾക്കുന്നതാണ് ആവശ്യം ആർക്കായിരുന്നു, എന്റേതായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് അവസരം കിട്ടി, ആവശ്യം നിങ്ങളതാണ്, അത് പൂർത്തീകരിക്കുന്നത് ആരാണ്? കടമ അവിടെ മാത്രം കടമയാണ്. സോ എനിക്ക് ആകെ 2-3 വാക്കുകൾ പറഞ്ഞ് നിർത്താം. കാരണം ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അഭിമാനം ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ എന്റെ കൂടെ ഇന്നത്തെ ഗുരുനാഥനുണ്ട്, എന്റെ വെണ്ടറുണ്ട്, ഏഴുണ്ട്. വലിയൊരു ഓർഗനൈസേഷന്റെ ഒരു ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. ഇനി വരാൻ പോകുന്ന $1 മില്യൺ ഇൻഡസ്ട്രിയാണ് ഏത്? വെൽനസ് റവല്യൂഷൻ. ഇത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ 65,000 കോടി പ്രൊജക്റ്റാണ് ഇത് ഡയറക്ട് സെൽ ഇൻഡസ്ട്രി 2025-26 കാലഘട്ടത്തിൽ പറയുന്നത്. ഇതിലൂടെയാണ് നിങ്ങൾ അതോട് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളെ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ മാത്രമേ, പണ്ട് നടി പറഞ്ഞപ്പോൾ ഞാനെ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ നിങ്ങളെ കേട്ടിട്ടുള്ളൂ, നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഒരാളോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ബിസിനസ് ഹൗസിൽ കേട്ട് നേരെ വീട്ടിൽ പോയ സമയത്ത് എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഇത് ചെയ്താൽ കുടുങ്ങും. ഞാൻ പറയും എനിക്ക് 5 പൈസ നഷ്ടം ആയിട്ടില്ല, ഞാനിത് ചെയ്യും. കാരണം എനിക്ക് എന്തുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്, ബുദ്ധി പഠിച്ചോന്നുണ്ട്, വർക്ക് ചെയ്യാനുള്ള കഴിവും എനിക്കുണ്ട്. അഹങ്കാരത്തിന് പറഞ്ഞത് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചില കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം എടുത്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരുത്തിന്റെ അഭിപ്രായം എടുക്കുന്നത് ഹോളിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു അല്ലെ? എന്നേക്കാൾ പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിരവധി ആളുകൾ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. സ്വർണ്ണ ഒറ്റ ചോദ്യം, നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ കുടുംബക്കാരുടെ അഭിപ്രായം, നിങ്ങൾ സുഹൃത്തുക്കളുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം, ഇതൊക്കെ കേട്ട് നിങ്ങൾ പറഞ്ഞു ചെയ്തു അല്ലെ? നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചാണ്. ഇനി ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങളെ ലീഡർ നിങ്ങൾ പറയുന്നതാണ് കൂടെ നിൽക്കുക, ഞാൻ വിജയിപ്പിച്ചു തരാം എന്ന് പറയുമ്പോൾ അത് മാത്രം ഇനി എന്ത് ചെയ്യുക, കേൾക്കാം, വേറെ എല്ലാം. സോ
സീരിയസ് ഏറ്റെടുക്കാം. ഈ ഒരു ബിസിനസ് വലിയ രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്. ഇത് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു ഒന്നുമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വരാറുണ്ട്. പറയുകയാണെങ്കിൽ ഞാൻ വണ്ടൂർ ഒരു പ്രോഗ്രാം ഗസ്റ്റ് ആയി പോയി. ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഞാൻ കുറച്ച് സംസാരിക്കുന്നുള്ളൂ. ലാസ്റ്റ് വീഡിയോ നോക്കുമ്പോൾ ഏകദേശം 55 മിനിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ബാക്കിൽ നിന്ന് 5 മണിയും കാണിച്ചപ്പോൾ എന്ത് ചെയ്തു, നിർത്തി. അത് നോക്കേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് കുറെ സംസാരിക്കാനുണ്ട്. പറയുന്നത് എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്തും നേടാൻ കഴിയും. അതിൽ പെട്ടെന്ന് പ്ലാറ്റ്ഫോമാണ്, പ്രൊഡക്ട്സ് ഉണ്ട്, കമ്പനി ഇൻകം ഉണ്ട്. കമ്പനി വർക്ക് ചെയ്ത ആൾക്ക് ഇൻകം കൊടുക്കാൻ തയ്യാറാണ്. തീരുമാനങ്ങൾ മാത്രമാണ്. കുറച്ചൊരു തീരുമാനം എടുക്കാം. നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക, സ്വപ്നം വിശ്വസിക്കുക, നേടാൻ സാധിക്കും. കാരണം സ്വപ്നം കണ്ട സമയത്തൊക്കെ എനിക്കും ചെറിയൊക്കെ തേങ്ങും വന്നിരുന്നു. ഞാനൊരു സൈക്കിൾ പോലെ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള ജീവിതത്തിന് ആ സമയത്താണ് കാറിനെ കുറിച്ച് പറയുമ്പോ ശരിയല്ലേ വന്നിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ ലീഡേഴ്സ് എന്ത് ചെയ്തു, ഉസ്മാൻ സാറ് ഒരുപാട് സിസ്റ്ററിലൂടെ എന്നെ പഠിപ്പിച്ചു. അതുപോലെ അൽതാഫ് സാറ്, ഷെയ്ഖ് സാറ്, നിരവധി ലീഡേഴ്സ് അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോട് സ്മരിക്കുകയാണ്. അവരൊക്കെ എന്നെ മുന്നോട്ട് ഒരുപാട് സഹായിച്ചത്. നമ്മുടെ സുരേഷ് സാറ്, നിരവധി ലീഡേഴ്സ്. പക്ഷെ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നോട് എത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇവരൊക്കെ വീണ്ടും വീണ്ടും സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞ് അത് മനസ്സിലെന്ത് ചെയ്തു, ആണയിട്ട് ഉറപ്പിച്ചു. അതോട് വിശ്വസിക്കാൻ പഠിപ്പിച്ചു. അതിനുവേണ്ടി പ്രയത്നിച്ച സമയത്ത് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷെ ഇന്നൊരു പ്രോബ്ലം ഉണ്ട്. ഇന്നീ പറഞ്ഞ വണ്ടിയൊന്നും നമുക്ക് വിലയൊന്നും കിട്ടുന്നില്ല. ഇതിനേക്കാൾ വലിയ വലിയ വണ്ടി സ്വപ്നപ്പോ ഒരു സൈക്കിൾ പോലും വാങ്ങാൻ തന്നെ കൊണ്ട് വിശ്വാസം വരാത്ത ഒരാളെ ഇന്ന് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഡർമാർ അതുപോലെ നിങ്ങളെയും മാറ്റും. അവിടെ ലേഡീസ് ഒന്നോ ജെന്റ്സ് ഒന്നോ, എന്റെ കൂടെ ഒരുപാട് ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. STCനെ പോലെ ലേഡീസ് ഉണ്ട്. അവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, സ്വന്തമായിട്ട് കോപ്പി പേസ്റ്റ് പോലെ ഞാനാ പഠിപ്പിച്ചത് വാട്സപ്പും. അതുപോലെ ഒരു ഓട്ടോറിക്ഷ പറഞ്ഞ സമയത്ത് അതുപോലെ സ്വപ്നം കാണാൻ പേടിയാണ്. പക്ഷെ അവർക്ക് സഞ്ചരിക്കുന്നത് 10-13 ലക്ഷം വരെ വരുന്ന വലിയ വലിയ കാറ്, ലക്ഷറി വാഹനങ്ങളിലാണ്. അവർ ഒരുപാട് അച്ചീവ്മെന്റ് നേടി. സ്വന്തമായിട്ട് വീട്ടമ്മയേക്കാൾ അപ്പുറം അവർ ബിസിനസ് മോഡായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്റെക്കാൾ അപ്പുറം നിരവധി ആൾ എന്റെ ടീമിൽ തന്നെ അച്ചീവ്മെന്റ്സുകൾ കൊണ്ട് ഒരുപാട് കരസ്ഥമാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഒരുപാട് ആളുകൾ തണലായി മാറാൻ പറ്റും. ലോകത്ത് ഇന്നലെ വരെ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ബാപ്പാന്റെ അതായത് ഉപ്പാന്റെ ഉപ്പ, അങ്ങനെ ഒരുപാട് ആൾ പോലെ 3 തലമുറ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ആ ഒരു പേര് ഓർമ്മയുണ്ട്. നെൽസൺ മണ്ടേല അറിയോ? അലക്സാണ്ടർ ഗ്രേറ്റ് അറിയോ? ഗാന്ധിജി അറിയോ? നെഹ്റുവിനെ അറിയോ? എന്താ കാരണം? അവരൊക്കെ എന്തൊക്കെയോ ഈ ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അവസരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരു സ്മരണയായിട്ട് ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ മൺമറഞ്ഞാലും കൺമറഞ്ഞു പോവാത്ത ഒരു വ്യക്തിയായിട്ട് മാറണമെങ്കിൽ, നിരവധി ആളുകൾ ആശ്രയമായിട്ട് മാറണമെങ്കിൽ, നാളെ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നിരവധി ആളുകളെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുവാണെങ്കിൽ അതൊറ്റ ഒരു പ്രതിജ്ഞാനം എടുക്കുക, ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഈ MILF എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കുക, സീരിയസ് ആയി വർക്ക് ചെയ്യുക. നിരവധി ആളുകളെ നിങ്ങൾ കൂടെ പറപ്പായിട്ട് കണ്ട് കൂടെ പിടിച്ച് ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്ത് അവരെ കൂട്ടുപിടിച്ച് ചേർത്ത് പിടിച്ച് ബിസിനസ് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വൻ വിജയം ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ സക്സസ്.